just shall live by faith. റോമർക്ക് എഴുതിയ ലേഖനം 1:17. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഹബക്കൂക്ക് 2:4 ഇത്. അവിടുന്ന് ഉദ്ധരിച്ച് ഇങ്ങോട്ട് തിരിച്ചെഴുതിയിരിക്കുകയാണ്. അത് പൗലോസൊന്നും ഉണ്ടാക്കിയ വാക്യമൊന്നും അല്ല. പഴയ നിയമത്തിൽ ഹബക്കൂക്ക് എഴുതിയത് പുതിയ നിയമത്തിൽ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ളത് അതേപോലെ ഇങ്ങോട്ട് ഉദ്ധരിച്ചെഴുതിയതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് വിശ്വാസത്താൽ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളെ സഹായിക്കുകയാണ്. ഹബക്കൂക്കിൻ്റെ 2:4 ഇങ്ങനെയാണ് വായിച്ചത്. 2:4 തന്നെ വായിച്ചു കളയാം. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നത് നേരുള്ളത്. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പറയുന്നില്ലേ, യഹോവയുടെ ഒരു ദർശനത്തിൽ ഹബക്കൂക്ക് എഴുതി വെച്ചിരിക്കുന്നതാണ്. ദർശനം അതിനകത്തൊരു വായിക്കുന്നുണ്ട്. ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, അത് താമസിക്കയില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള വാക്യമാണ്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും, ദുഷ്ടനോ സ്വന്തം കഴിവിൽ ആശ്രയിക്കും. അപ്പം നമ്മൾ ആ കൂട്ടത്തിൽ പെടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവത്തോട് ആത്മാവിൽ ചോദിക്കുകയാണ്, കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും നിൻ്റെ ആത്മാവിൽ നിറയാൻ തക്കവണ്ണം നിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കണമെന്ന്. ദൈവസ്നേഹം ദൈവം ഇട്ടുതരാതെ നമ്മളിൽ വരത്തില്ല. നമ്മൾ യാക്കോബിൻ്റെ ഏശാവിൻ്റെയും കാര്യത്തിൽ നോക്കുമ്പം യാക്കോബും ഏശാവും എന്ത് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാവും. ദൈവം ഇട്ടുകൊടുത്ത ഒരാളിലാണ് യാക്കോബിൽ. അത് ദൈവത്തിൻ്റെ പ്രിറോഗേറ്റീവാണ്, നമ്മളത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ചോദിക്കാം, നമ്മുടെ സന്തതികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഇട്ട് കൊടുക്കണമേ. ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ, നീതിമാൻ വിശ്വാസത്താൽ ആണ് ജീവിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീതി എന്ന് പറയുമ്പോൾ തന്നെ ബിഹേവിങ് അക്കോർഡിംഗ് ടു വാട്ട് ഈസ് മോറലി റൈറ്റ് ആൻഡ് ഫെയർ. അതായത് ധാർമ്മികമായിട്ട് ശരിയായതും നന്മയായതും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ നീതിമാനെന്ന് പറയുന്നത്, ധാർമ്മികമായിട്ട്. എന്നാൽ ഹീബ്രു ലാംഗ്വേജിൽ, എബ്രായ ഭാഷയിൽ ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് മിഷ്ഫാറ്റ്, MISHPAT, മിഷ്ഫാറ്റ്. Mishpat is giving people what they are due, whether punishment or protection or care for what they have done. അതായത് ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് അവൻ്റെ പ്രവൃത്തിക്ക് നല്ലതെങ്കിൽ നല്ല പ്രതിഫലം, തിന്മയാണെങ്കിൽ തിന്മ പ്രതിഫലം, അങ്ങനെയാണ് കൊടുക്കുന്നത്. അതിനാണ് മിഷ്ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ നീതിമാനായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നീതിയിൽ നമ്മൾ കടന്നു വരണം. നമുക്കൊരു നീതിയല്ല, മനുഷ്യൻ ഓരോരുത്തർക്കും നീതി ഏതാണെന്ന് അവനവൻ്റെ നിയമം ഉണ്ടാക്കി വെക്കാം. എനിക്ക് എൻ്റെ നിയമം, എൻ്റെ നീതിയാണ് നിങ്ങളുടെ എന്ന് പറയാം. അത് വിലപ്പോകൂല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൈവ നിയമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള നീതിമാനായിട്ട് നിയമമാണ്. ഫെയ്ത്ത് കോസസ് us to act on what we have not experienced yet, to believe the promises in the Bible that have not been fulfilled yet, to trust God where situations have not changed. അതായത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ചില സത്യങ്ങളെ മനസ്സിലാക്കിയെടുത്തിട്ട്, വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങളെ പിടിച്ചെടുത്തിട്ട്, അത് പ്രാപിച്ചെടുത്തിട്ട്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അതിൽ ബലപ്പെട്ട് ജീവിക്കുന്നതിനാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസം എങ്ങനെയെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കണം. അതിന് 1000 ബുക്ക് വായിക്കുന്നുണ്ട് ഒരു പ്രയോജനമില്ല. പലരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. വേദപുസ്തകം എന്താ എഴുതി വെച്ചിട്ടുണ്ട്? വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഫെയ്ത്ത് ഗിവ്സ് യു സ്ട്രെങ്ത്, ദ ഇന്നർ റിസോൾവ് ടു വിത്ത്സ്റ്റാൻഡ് ടർമോയിൽ. പ്രയാസങ്ങളുടെ നടുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു ബലം, അകത്താണ് ബലം. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ വൈകിട്ട് ഒരാൾ എന്നെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. നമ്മൾ ഓരോ വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ അസസ് ചെയ്യും. അവരെങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ അവരെ അടുത്തറിയണം. അല്ലാതെ നമുക്ക് ദൂരെ നിന്നൊരാളെ കാണാൻ കുഴപ്പമില്ല, ബിഹേവിയർ കുഴപ്പമില്ല, നല്ലതാണ്, നല്ല സ്ത്രീയാണ്. പക്ഷേ ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെന്നോട് പറയുമായിരുന്നു, അവർ ഈ മരിച്ചവരുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മുടെ ഈ മെയിൻ ലൈൻ ചർച്ചിലൊക്കെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തും. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുകൊണ്ടപ്പം അവർ അറിയാതെ
അപ്പുറത്തെ എങ്ങാണ്ട് ആരോ മെഴുകുതിരി കത്തിച്ചിരുന്ന ആ മെഴുകുതിരി കത്തിയിട്ട് സാരി മുഴുവൻ കത്തിപ്പോയി. പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല. ഞാനത് കേട്ടപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ദൈവമേ, നിൻ്റെ വചനം കൊണ്ട് അവരെ പൊതിഞ്ഞ് നിർത്തി. ഒരാപത്തും കൂടെ, ഒരാളുടെ സാരി കത്തിപ്പോയിട്ടും ഒരാപത്തും. അവരെന്നോട് പറഞ്ഞു ഒരു പോയിൻ്റ് എന്നെ ടച്ച് ചെയ്തത്, എനിക്കൊട്ടും ഭയം തോന്നിയില്ല. അതാണ് തീ നമ്മുടെ മേൽ ആൾ കത്തുമ്പോഴും ഭയം തോന്നാതെ നിൽക്കത്തക്കവണ്ണം ഒരു വിശ്വാസം അവർക്കുണ്ടായി എന്ന് പറയുമ്പം നമ്മളെങ്ങനെ അവരെ ബഹുമാനിക്കാതിരിക്കും? പ്രയാസത്തിൻ്റെ നടുക്ക് വളരെ 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 സിമ്പിളായിട്ട് അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ആ ഫെയ്ത്ത് എനിക്കുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വാസം. പൗലോസിനതില്ലായിരുന്നു. നമ്മൾ ഓരോ പ്രയാസം വരുമ്പോൾ പതറുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് കഷ്ടത്തിൻ്റെ നടുക്കല്ലേ, ടേർമോയിലിൻ്റെ നടുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നണം. അത് അകത്താണ്, പുറത്തല്ല. അതാണ് പുറത്തോട്ട് വരേണ്ടത്. 3 ways വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. 1, ഫെയ്ത്ത് ഇൻ ഗോഡ് ഗീവ്സ് എ സ്ട്രെങ്ത്. നമുക്ക് ശക്തി തരികയാണ്. ഫെയ്ത്ത് ഗീവ്സ് യു സ്ട്രെങ്ത്, ദ ഇന്നർ റിസോൾട്ട് ടു വിത്ത്സ്റ്റാൻഡ് ടേർമോയിൽ. എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് തീയിൽ കൂടെ പോകുമ്പോൾ തീ എന്നെ വെന്ത് കളയത്തില്ല എന്നുള്ള ബോധത്തോടെ. അപ്പം ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നമ്മൾ ദൈവാത്മാവിൽ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരിക്കലും ചോർന്നു പോകാതെ പരിശുദ്ധാത്മാ, അല്ലെങ്കിൽ നമ്മൾ ഒഴുക്കി കൊടുക്കും തോറും വീണ്ടും വീണ്ടും നിറച്ചു തരുന്നൊരു ദൈവമാണ്. 138-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. 138:3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ബലം എവിടെയാണ്? ഉള്ളിൽ. നമുക്ക് ദൈവം ശക്തി തരുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതാണ് 1 സാമുവേൽ 17 ദാവീദ് എങ്ങനെയാണ് ഗോലിയാത്തിനെ ഫേസ് ചെയ്തത്? ചെറിയൊരു ബാലൻ. അവന് ശരീരം കൊണ്ട് ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കാനൊരു കഴിവില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തി, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ മക്കളിൽ വരേണ്ടത്. കർത്താവ് പറയുന്നത് ആ ഒരു ശക്തി പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഒത്തിരിയും ഒത്തിരിയും ലോകകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല. ദൈവവചനത്തിൽ പണ്ടൊക്കെ യഹൂദന്മാർ, ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, അവർ തോറ മുഴുവനും വേർഡ് ഫോർ വേർഡ് കാണാതെ പഠിക്കും. അതൊരു ശക്തിയാണ്. 5 വയസ്സിന് മുമ്പ് 5000 ശ്ലോകങ്ങൾ ഈ ബ്രാഹ്മിൻസ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. 5 വയസ്സിന് മുമ്പ് 5000 വചനങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഒക്കുമോ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നിനും നേരമില്ല. ഫെയ്ത്ത് ഇൻ ഗോഡ് ഗിവ്സ് യു കറേജ്. ധൈര്യം നമുക്ക് തരും. ആദ്യമേ നമുക്ക് ശക്തി തരുന്നു. ഫെയ്ത്ത് ഇൻ ഗോഡ് ഗിവ്സ് യു കറേജ്. കറേജ് ആൻഡ് സ്ട്രെങ്ത് ആർ നോട്ട് ദ സെയിം. കറേജ് ഈസ് ദ എബിലിറ്റി ടു ഡു വാട്ട് സ്കേഴ്സസ്. എനിക്ക് പേടിയുള്ള കാര്യം ധൈര്യത്തോടെ ചെയ്യുന്നതിനാണ് വിശ്വാസം ആവശ്യമുണ്ട്. അത് ചെയ്തെടുക്കാനുള്ളൊരു കഴിവാണ്. അത് നമുക്ക് എസ്തേറിൻ്റെ ബുക്കിൽ നോക്കിയാൽ അറിയാം. എസ്തേറിന് ഭയമുണ്ടായിരുന്നു. എസ്തേർ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് രാജാവിൻ്റെ മുമ്പിൽ കടന്നു ചെല്ലുന്നത്? എനിക്ക് ഭയമാകുന്നു. പക്ഷേ രാജാവിൻ്റെ മുമ്പിൽ കടന്നു ചെല്ലുന്നവർക്ക് ഭയമാണെങ്കിലും അവർ ധൈര്യത്തോടെ കടന്നു ചെന്നപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പം ഫെയ്ത്താണ്, ആ വിശ്വാസം ധൈര്യം ഇട്ട് കൊടുത്തു. അതുപോലെ ഫെയ്ത്ത് ഇൻ ഗോഡ് ഗിവ്സ് സ്റ്റെബിലിറ്റി. നമുക്ക് ഒരു ഉറപ്പ് തരികയാണ്. സ്റ്റേബിളായിട്ട് നമ്മൾ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കും. ഫെയ്ത്ത് ഇൻ ഗോഡ് അലൗസ് us to experience stability in the middle of instability. അതായത് അസ്ഥിരമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദാനിയേലിന് ആ സ്വഭാവം ഉണ്ടായിരുന്നു. ദാനിയേലിനോട് ഒരു എഡിക്റ്റ് പാസ്സാക്കി ആരും ഇനി 30 ദിവസത്തേക്ക് അവരുടെ രാജാവിനെ അല്ലാതെ ആരും വിളിക്കരുത്. ദാനിയേൽ ഇത് കേട്ടിട്ടും പതിവ് പോലെ ജനൽ തുറന്നിട്ട് യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദാനിയേലിനെ പിടിച്ച് അവർ കൊണ്ടുപോയി തീക്കകത്തിടാൻ നോക്കി. പക്ഷെ ദാനിയേലിന് ഇതുകൊണ്ടൊന്നും പേടി വന്നില്ല. അവസാനം രാജാവ് എഡിക്റ്റ് മാറ്റി എഴുതേണ്ടി വന്നു. ദാനിയേലിനെ ജയിലിൽ ഇടാൻ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ ദൈവം തമ്പുരാൻ അവൻ്റെ കൂടെ നിന്നു രക്ഷിച്ചു. അതോടുകൂടി രാജാവിന് മാനസാന്തരം വന്നു. രാജാവ് പറഞ്ഞു, ദാനിയേലിൻ്റെ ദൈവം തന്നെ യഥാർത്ഥ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പറയാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശ്വാസം നമ്മുടെ ഈ പഠനത്തിൽ കൂടെ നമുക്ക് ദൈവം തരുമെന്ന് വിശ്വസിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറയുന്നത്
കർത്താവെ, നിന്നെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് വിശ്വാസം കേൾവിയാലാണ് ഉണ്ടാകുന്നത്. വചനം അത് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസം ഞങ്ങൾക്ക് വചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കർത്താവെ ശക്തി തരും, ധൈര്യം തരും, സ്റ്റെബിലിറ്റി തരും. കർത്താവെ, ഉറച്ചു നിൽക്കാനുള്ള ബലം അത് നീ ഞങ്ങൾക്ക് തരുന്നതിനാൽ സ്തോത്രം. ഓരോ വചനത്തിൻ്റെ ഒരു വാക്കായിരിക്കും, ചിലപ്പം ഒരു വചനമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നത്. ഈ വചനം ആര് പറയുന്നു എന്നല്ല, വചനം എടുത്തു പറഞ്ഞോ, അത് നമ്മുടെ ശബ്ദം ദൈവത്തിന് വേണ്ടി കൊടുത്തോ, അതിൽ കൂടെ ദൈവശക്തി പ്രവർത്തിക്കും. അങ്ങനെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. അതിന് ഈ വചനം ഏറ്റെടുത്തിട്ട് അനേക മക്കൾക്ക് വെളിച്ചം കൊടുത്തതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.